പിന്നുള്ളൊരു വിഷയം എന്താണ്? ഇത് ഞാൻ പ്രസംഗിച്ചു പോയാലും നിങ്ങളെ കൈ കിട്ടണമല്ലോ, കുറച്ച് വിഷയനാണ്. മദ്യപിച്ച മുജാഹിദ് ഗുണ്ടകൾ. അതെന്താണിത്? മദ്യപിച്ച മുജാഹിദ് ഗുണ്ടകൾ. അത് മുജാഹിദിന്റെ ഒരു പുസ്തകത്തിലെ ഉദ്ധരണിയാണ്. AP അബ്ദുൽ ഖാദർ മൗലവിക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി മുജാഹിദീങ്ങൾ കള്ളും കുപ്പിയായിട്ട് വന്ന് മുജാഹിദിന്റെ ക്യാമ്പസിലും സ്കൂളിന്റെ പരിസരത്തൊക്കെ ക്യാമ്പ് ചെയ്ത് അങ്ങനെ പിറ്റേന്ന് കള്ളും കുപ്പി നീക്കിയ സംഭവമാണ് അതിൽ പറയുന്നത്. അത് മുജാഹിദിന്റെ പുസ്തകത്തിൽ നിന്നാണ് കേരള നേതൃത്വം പുലർത്തിപ്പോകുന്ന ആശയാദർശങ്ങൾ 15-16 പേജിൽ നിന്നാണ് ഉദ്ധരിച്ചത്. അപ്പൊ മുജാഹിദീങ്ങൾക്ക് മദ്യപാനവും പ്രശ്നമല്ല. പിന്നൊന്നുള്ള എന്താ? പലിശയാണ്. മുജാഹിദീങ്ങൾക്ക് മദ്യപാനവും പ്രശ്നമല്ല, പലിശയും പ്രശ്നമല്ല എന്നാണ്. എന്താ തെളിവോതിയത്? കേരളത്തിൽ മുജാഹിദീൻ പുലർത്തിപ്പോകുന്ന ആശയങ്ങൾ കണ്ട് ഏതോ ഒരു വാറോല അഡ്രസ്സിലുള്ള ആൾക്കാരെന്നെ എഴുതിയതൊക്കെ. പക്ഷെ ആ അഡ്രസ് ഉള്ളവന് അവന്റെ അഡ്രസ് വെച്ച് എഴുതാൻ ധൈര്യമല്ല. അഡ്രസ് വെച്ച് എഴുതാൻ ധൈര്യമില്ലാത്ത ഏതോ ഒരു വ്യക്തി വാറോലയാക്കി എഴുതിനാ മൂപ്പര് വായിച്ചത്. ഞങ്ങൾക്ക് അങ്ങനെ പരിപാടിയില്ല, അവിടെ അങ്ങനെ നടന്നിട്ടില്ല, മുജാഹിദീങ്ങൾ കള്ളിന്റെ ആൾക്കാരുമല്ല. എന്നാലോ എന്നാ തിരിച്ചു കേട്ടോ, അഡ്രസ് പറയാൻ ധൈര്യമുള്ള ഒരു പത്രമുണ്ട് നിങ്ങൾക്ക്, സുന്നി അഫ്കാർ SKSSFകാരുടെ ആധികാരിക പത്രമാണ്. അഡ്രസ് ഉണ്ടായിട്ട് മൂടി വെക്കുന്ന ഭീരുക്കളുടെ എന്നല്ല ഞങ്ങൾ വായിക്കുന്നത്. ഞങ്ങൾ വായിക്കുന്നത് അഡ്രസ് ഉണ്ട്, അതോടൊപ്പം അത് തുറന്നു പറയാനും തൊലിക്കട്ടിയുള്ള SKSSFകാരന്റെ സുന്നി അഫ്കാരിൽ നിന്ന് വായിക്കട്ടെ. ഹെഡിങ് തന്നെ എന്താണ്? മദ്യം പള്ളിയിലേക്ക്, കാമിലി നാട്ടിലേക്ക്. സാധാ സഖാഫി അല്ല, കാമിലി. കാമിലി എന്ന് പറഞ്ഞാൽ എന്താ? സഖാഫി ബിരുദം കഴിഞ്ഞിട്ട് പിന്നെ 2 വർഷം പ്രത്യേക സ്പെഷ്യൽ കോഴ്സ് നേടിയ വലിയ സഖാഫിയാ. കേട്ടോളി. കുടക് ജില്ലയിലെ മടിക്കേരിയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെ ഗദ്ദള മഹല്ലിൽ ഖത്തീബായി സേവനമനുഷ്ഠിച്ചിരുന്ന വയനാട് മാനന്തവാടിക്കടുത്ത വാളാട് സ്വദേശിയായ ഡാഷ് സഖാഫി അൽ കാമിലി പള്ളിയിലേക്ക് മദ്യം രഹസ്യമായി വരുത്തി കഴിച്ചതിന്റെ പേരിൽ നാട്ടുകാരിൽ നിന്ന് പൊതിരെ തല്ലുവാങ്ങി ജോലി ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. ഒരു പുതു മുസ്ലിമിനെയാണ് ഇയാള് മദ്യം വരുത്താൻ ഉപയോഗപ്പെടുത്തിയത്. ഇയാള് പള്ളിയിലേക്ക് മദ്യക്കുപ്പി രഹസ്യമായി എത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ചിലർ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ ഉസ്താദിനാണെന്ന് തുറന്നു പറയേണ്ടി വന്നു. കാരന്തൂർ കാമിലി ബിരുദധാരിയുടെ ദീനീബോധം കണ്ട് സാധുജനം മൂക്കത്ത് വിരൽ വെച്ചു. മുഖം കടലിന്റെ പുതിയ രൂപം ഇനി എത്ര കാണാനിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് അഡ്രസ്സുള്ളവര് അഡ്രസ്സുള്ള മാസികയിലല്ലേ എഴുതിവിട്ടത്. പിന്നെ നിങ്ങളെന്താ ഞങ്ങളെ പേരിൽ പറഞ്ഞത്? ഞങ്ങൾ പലിശന്റെ ആളുകളാണല്ലേ നിങ്ങൾ പറഞ്ഞത്? പലിശക്ക് മർക്കസ് പണയം വെച്ചത് ഞങ്ങളല്ലല്ലോ, അത് അങ്ങാടിപ്പാട്ടല്ലേ. കോടികൾക്ക് നിങ്ങൾ മർക്കസിൽ പണയം വെച്ചിട്ട് ബാങ്കിൽ നിന്ന് നിങ്ങൾ കോടികൾ പലിശക്ക് പണയം വെച്ച കഥകൾ പറയണോ ഞങ്ങളെ കൊണ്ട്? കുറ്റ്യാടിയിൽ അത് സ്ക്രീനിലിട്ട് കാണിച്ചിട്ടുണ്ട്. കുറ്റ്യാടിയിലെ സുന്നി സമ്മേളനത്തിൽ വെച്ച് SKSSFകാര് ഹസൻ സഖാഫിയെ പോലെയുള്ള ആളുകൾ അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സിറാജിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കട്ടെ. സിറാജിൽ കൊടുത്ത പരസ്യം കണ്ടോ? എന്താ സിറാജിൽ കൊടുക്കുന്ന പരസ്യം? ഭാഗ്യക്കുറിയുടെ പരസ്യം. നിങ്ങളുടെ സിറാജിലല്ലാതെ ഈ മുസ്ലിമിന്റെ പരസ്യം ഈ മുസ്ലിമിന്റെ പത്രത്തിൽ എവിടെയാ ഉള്ളത്? നോക്കൂ നിങ്ങൾ. എന്താ പരസ്യത്തിൽ കേട്ടോളി? സൗഭാഗ്യത്തിന്റെ ദിനങ്ങളുമായി വീണ്ടും കേരള ഭാഗ്യക്കുറി ടിക്കറ്റ് വിൽപ്പന ഇന്ന് പുനരാരംഭിച്ചിരിക്കുന്നു. 4 ഭാഗ്യക്കുറികൾ ആഴ്ചതോറും 1.98 കോടി രൂപയുടെ 4.95 ലക്ഷം സമ്മാനങ്ങൾ. ടിക്കറ്റ് വില 10 രൂപ. സുതാര്യത മുഖമുദ്ര. ജനങ്ങൾ വിധികർത്താക്കൾ. സമ്മാനവും തൊഴിലും നാട്ടാർക്ക് എന്ന് പറഞ്ഞിട്ട് ഭാഗ്യക്കുറിയുടെ പരസ്യങ്ങൾ കൊടുത്തില്ലേ? ഏതായി ഹംറും ഭാഗ്യക്കുറിയൊക്കെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊരു കിതാബുണ്ട് പേരോടെ, ഞങ്ങൾക്കൊരു റസൂലുമുണ്ട്. ആ റസൂല് ഞങ്ങൾക്ക് ഓതി തന്നൊരായത്തുണ്ട്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം എന്നിങ്ങനെ പറഞ്ഞിട്ട് കള്ളും ചൂതാട്ടവും ഒന്നും പാടില്ലാത്ത കാര്യമാണ്. നിങ്ങൾക്കത് നിർത്താനായില്ലേ? അത് പിശാചിന്റെ പണിയാണ് കേട്ടോ എന്ന് റബ്ബുൽ ആലമീൻ ഞങ്ങളെ പഠിപ്പിച്ച ആ ആയത്തിനെതിരല്ലേ നിങ്ങൾ ഈ കൊടുത്ത പരസ്യം നിഷേധിക്കാൻ കഴിയോ?